നെക്സ്റ്റ് റീഡിംഗ് ലിറ്ററേച്ചർ 2 മൊഡ്യൂൾ 3 നമ്മൾ നോക്കാൻ പോകുന്നത് ദ സ്റ്റോളൻ ബാസിലസ് ബൈ H.G. വെൽസ്. സോ H.G. വെൽസിൻ്റെ ബയോഗ്രഫി നമുക്ക് ആദ്യമേ നോക്കാം. ഓഥറാണ് ഹെർബർട്ട് ജോർജ് വെൽസ് എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം സയൻസ് ഫിക്ഷനിലൊക്കെ നല്ല രീതിയിലുള്ള വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് എക്സാമ്പിളായിട്ട് ദ ടൈം മെഷീൻ, ദ ഇൻവിസിബിൾ മാൻ, ദ വാർ ഓഫ് ദ വേൾഡ്സ്, ഇതൊക്കെ സയൻറ്റിഫിക് ഫിക്ഷനാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ H.G. വെൽസ് ഒരു നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ റൈറ്ററാണ്. അപ്പം ഇദ്ദേഹം ജനിച്ചത് ബ്രോംലി എന്നുള്ള സ്ഥലത്താണ്, കെൻറ്റിൽ. ആൻഡ് ഹി വാസ് ട്രെയിൻഡ് ആസ് എ ടീച്ചർ ഓഫ് ബയോളജി. ആൻഡ് പിന്നെ അദ്ദേഹം തോമസ് ഹെൻറി ഹക്സ്ലി എന്നുള്ള ഒരു പ്രോമിനൻറ്റ് ബയോളജിസ്റ്റിൻ്റെ കീഴിലായിരുന്നു ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന് സയൻസിൻ്റെ നല്ല രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ലിറ്ററി വർക്ക്സിനകത്തല്ല, ഇയാൾ എഴുതുന്ന വർക്ക്സിനകത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ നമ്മൾ സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സയൻസ് ഫിക്ഷനെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കുന്നത് സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ എന്നാണ്. ഓക്കെ, അതായത് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു സൊസൈറ്റി, സയൻറ്റിഫിക് അഡ്വാൻസ്മെൻ്റ് ഉള്ള സൊസൈറ്റി, അതെങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് എസ്സേസ് എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററീസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് കണ്ടംപററി സോഷ്യൽ കാര്യങ്ങളെക്കുറിച്ച്, ക്യാപിറ്റലിസം, ഈ ക്ലാസ് ഡിസ്പാരിറ്റീസ്, അതായത് അപ്പർ ക്ലാസ് ലോവർ ക്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റിച്ച് ആൻഡ് പൂർ തമ്മിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻസ്, ടെക്നോളജിയുടെ ഇന്നോവേഷൻസ്, ഇതൊക്കെ കൂട്ടിക്കലർത്തിയാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ സ്റ്റോളൻ ബാസിലസ് എന്നുള്ളത് അദ്ദേഹം ഹ്യൂമറും ഐറണിയും കൂടി ചേർത്ത് എഴുതിയ ഒരു കോഷണറി ടെയിലാണ്. അതായത് സയൻസിൻ്റെ ഇറസ്പോൺസിബിലിറ്റിയും ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഐഡിയോളജീസിൻ്റെ ഡേഞ്ചറിനെ കുറിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ എൻഗേജിങ് ആയിട്ടുള്ള നറേറ്റീവാണ്. ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചുള്ളൊരു കമൻറ്റേറ്ററിയാണ് ഇത് ഈ ഒരു പിന്നെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി റിവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ടീരിയോളജിസ്റ്റിൻ്റെ ലൈഫിലാണ്. അതായത് അദ്ദേഹം ഒരു പ്ലോട്ടിൻ്റെ ഭാഗമായി മാറുന്നു. ആ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടെ, അതായത് ഒരു പിന്നെ ഒരു എന്താ പറയുക, ഒരു ക്രിമിനൽ, അയാൾ ഡിസ്ട്രക്ഷൻ, സൊസൈറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുവാണ് ഒരു ഡെഡ്ലി ബാക്ടീരിയത്തിനെ യൂസ് ചെയ്തിട്ട്. അതായത് ഒരു ബാക്ടീരിയ യൂസ് ചെയ്തിട്ട്, വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് സൊസൈറ്റിയെ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്. സോ ആ ഒരു പ്ലോട്ടിൽ നമ്മുടെ സ്റ്റോറിയിലെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയോളജിസ്റ്റും കൂടി ഉൾപ്പെട്ടു പോവാണ്. അപ്പോൾ ബാക്ടീരിയോളജിസ്റ്റ് എന്താണ്, ഒരു പെയിൽ ഫേസ്ഡ് മാനാണ്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഇയാളെക്കുറിച്ച്, അതായത് ഈ ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്ന ആളെക്കുറിച്ച് ഇത് ബാക്ടീരിയോളജിസ്റ്റ് ഒരു ഇത് പറയുന്നുണ്ട്, എന്താ പറയുക, ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. അയാളെ വിസിറ്റർ എന്നാണ് പറയുന്നത്. ആ വിസിറ്ററിന് പെയിൽ ഫേസ്ഡ് മാനാണ്. വളരെ ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ കാര്യത്തിൽ ഒരു സസ്പീഷ്യസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ബാക്ടീരിയോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരാൾ വരുവാണ്, വിസിറ്റ് ചെയ്യുവാണ്. അയാൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഏത് കാര്യങ്ങളാണ് ചോദിച്ചറിയേണ്ടത്? അയാൾക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഭയങ്കര സംശയാസ്പദമായിട്ട് ആർക്ക് തോന്നി? നമ്മുടെ ബാക്ടീരിയോളജിസ്റ്റിന് തോന്നി. അപ്പോൾ അയാൾക്ക് ഈ ലാബ് ഒന്ന് കാണണം, കറങ്ങി ഒന്ന് കാണണം. ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയംസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസസിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഇയാൾ കാണിച്ചു. അത് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് നമ്മുടെ ബാക്ടീരിയോളജിസ്റ്റിന് തോന്നി. അപ്പോൾ വിസിറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളറ ബാക്ടീരിയ കണ്ടെയ്ൻ ചെയ്ത ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് ത്രിൽഡായി. അപ്പോൾ ബാക്ടീരിയോളജിസ്റ്റ് ഡ്രമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് വെച്ചിട്ട് വൈഡ് സ്പ്രെഡ് ഡെത്ത് കോസ് ചെയ്യും, അതുകൊണ്ട് ഇത് പുറത്ത് വിടാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട്. അതായത് ഓരോ ലാബിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കാണിച്ചിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഇത് കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ്, ഇത് മറ്റേ ബാക്ടീരിയയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് ഓരോന്നും നല്ല രീതിയിൽ ഡെഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിസിറ്റർ റിവീൽ ചെയ്യുകയാണ്, ഞാനൊരു അനാർക്കിസ്റ്റാണ്. അനാർക്കിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റൂൾസും ലോ ഒന്നും ഫോളോ ചെയ്യുന്ന ആളല്ല, ഞാൻ സൊസൈറ്റിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു, ഈ കുറേ ബാക്ടീരിയാസൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ആ സംഭവങ്ങൾ, ആ ഒരു കണ്ടെയ്നർ എടുത്തുകൊണ്ട് ഇയാൾ ഓടിക്കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, ഈ ബാക്ടീരിയാസൊക്കെ സിറ്റിയുടെ വാട്ടർ സപ്ലൈയിൽ റിലീസ് ചെയ്യും, എന്നിട്ട് ഞാൻ ഇവിടെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യും എന്നാണ് ഇയാൾ പറഞ്ഞിട്ട് ഓടിയെടുത്തുകൊണ്ട് പോകുന്നത്. ബാക്ടീരിയോളജിസ്റ്റ് ചേസ് ചെയ്യുന്നുണ്ട്, ലണ്ടൻ സ്ട്രീറ്റ്സിലെല്ലാം ഇയാൾ കിടന്നോടുന്നുണ്ട്. പക്ഷേ എന്താണ്, പിന്നെ ഇയാൾ ഓടിയിട്ടും വലിയ ഇതൊന്നും വന്നിട്ടില്ല. അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യാണ്, ഈ അനാർക്കിസ്റ്റ് എന്ത് ചെയ്യുകയാണ്, ഈ കണ്ടൻസ് എല്ലാം ഇയാളങ്ങ് ഡ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബിലീവിങ് ദാറ്റ് എന്താണ്, ഇയാൾ ഒരു ബയോളജിക്കൽ വെപ്പൺ പോലെ ഇയാൾ സ്വയം ഇറങ്ങി ഈ ഡിസീസസ് എല്ലാം സ്പ്രെഡ് ചെയ്യാൻ പോകുന്നുള്ള രീതിയിൽ ഇതെടുത്ത് ഇയാളങ്ങ് കടിക്കുകയാണ് ചെയ്യുന്നത്, ഈ വിസിറ്റർ. അപ്പോൾ ബാക്ടീരിയസ് ഹൗവർ എന്താണ് റിവീൽ ചെയ്യുന്നുണ്ട്, ഈ വയലിനകത്ത് എന്താണ്, അതായത് ഇയാൾ ഈ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടെയ്നറിനെ വിളിക്കുന്ന പേര് വയൽ എന്നാണ്, VIAL. ഈ വയലിനകത്ത് ഹാംലെസ് ആയിട്ടുള്ള പ്രിപ്പറേഷനേ ഉള്ളൂ. അത് എന്താണ്, ബ്ലൂ കളർ, അതായത്
പിന്നെ ബ്ലൂ കളറിൽ വെറും ഒരു സൊല്യൂഷൻ മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് ഡെഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു പ്രാക്ടിക്കൽ ജോക്കാണ്, അല്ലാതെ ഡെഡ്ലി ആയിട്ടുള്ളൊരു പാത്തജനോ അല്ലെങ്കിൽ ഡെഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അയാൾ എടുത്തുകൊണ്ട് ഓടിയ കാര്യത്തിനകത്ത് ഇല്ലെന്ന് പറയുവാണ്. അപ്പം ഇത്രയാണ് സ്റ്റോറി. അപ്പോൾ ഇതിനകത്ത് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിനെയൊക്കെ സറ്ററൈസ് ചെയ്തുകൊണ്ട് പറയുവാണ്. അതായത് അയാൾ എന്താ ദ സ്റ്റോളൻ ബാസിലസ് എന്നാണ് ഇതിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ ടൈറ്റിൽ തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു ബാക്ടീരിയോളജിസ്റ്റിന് എന്താണ് ഡൗട്ട് തോന്നിക്കാണും ഇയാൾ ഈ ലാബിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വന്നപ്പോൾ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് പോയിസണസ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ അത് എടുത്തുകൊണ്ട് ഓടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ എടുത്തുകൊണ്ട് ഓടിയ സംഭവം പോയിസണസ് അല്ലായിരുന്നു, അത് ജസ്റ്റ് ബ്ലൂ സ്റ്റെയിൻ കൊടുക്കുന്ന ഒരു ലിക്വിഡായിരുന്നു. അപ്പം ഇതിൻ്റെ തീം വരുന്നതെന്ന് വെച്ചാൽ സയൻസും മൊറാലിറ്റിയും. അതായത് ഈ സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നത് സയൻറ്റിസ്റ്റുകളുടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചാണ്. അപ്പം ബാക്ടീരിയോളജിസ്റ്റിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് അയാൾക്ക് മനസ്സിലായ അയാളുടെ വർക്കിനെ മിസ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന്. സോ ഷാർപ്പിലി അതെന്താണ്, ഇയാൾ എന്ത് ചെയ്തു, കള്ളത്തരം പറയുകയാണ്. അപ്പോഴാണ് ഇയാൾ എടുത്തുകൊണ്ട് പോയി ഓടിയത്, മറ്റേയാൾ എടുത്തത് കുടിക്കുകയും ചെയ്തത് അല്ലേ. അപ്പോൾ ആ സയൻറ്റിസ്റ്റിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കുന്നുണ്ട്. ഈ സൊസൈറ്റിക്കെതിരെ ഇങ്ങനെ നിൽക്കുന്ന അനാർക്കിസ്റ്റിൻ്റെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷനെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ ഫൂളിഷ്നെസ്, ഈ നമ്മുടെ അനാർക്കിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അംബീഷൻസ് ഇയാളിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും കൊല്ലാൻ പോവാണ്, ഞാൻ ഈ സൊസൈറ്റി നശിപ്പിക്കാൻ പോവാണ്, ഞാൻ ഈ സിറ്റി തകർക്കാൻ പോവാണ്. പക്ഷേ ഈ ബാക്ടീരിയോളജിസ്റ്റ് എന്താണ് ഇതെല്ലാം കണ്ടുപിടിച്ച് ഇയാളുടെ ബിഹേവിയറിൽ നിന്ന് ഇയാളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇയാൾ എന്താണ് അപ്പോഴാണ് ഇയാൾ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ അനാർക്കിസ്റ്റിനെ കളിയാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് അല്ലേ. ഇയാൾ ഇഗ്നോറൻ്റ് ആണ്, ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ഇത് ഡെഡ്ലി ആണോ അതോ വെറും ബ്ലൂ കളർ വാട്ടർ ആണോ എന്ന് പോലും അറിയത്തില്ല. എന്നിട്ടാണ് ഇയാൾ ഭയങ്കര അഹങ്കാരത്തോടെ പറയുന്നത് അല്ലേ, ഞാൻ അനാർക്കിസ്റ്റാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇഗ്നോറൻസിനെയാണ് ഇവിടെ കളിയാക്കുന്നത്. ഇയാൾ എടുത്തുകൊണ്ട് ഓടിയ സംഭവം പോയിസണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസേ അല്ല, അത് ഇയാൾ റിയലൈസ് ചെയ്യുന്ന പോലും ഇല്ല അല്ലേ. ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഹ്യൂമർ ആൻഡ് സസ്പെൻസ് ആണുള്ളത്. ഈ അനാർക്കിസ്റ്റിൻ്റെ ആ ഒരു സെൽഫ് ഇമ്പോർട്ടൻസിനെ അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഒരു അഹങ്കാരത്തിനെ കുറിച്ച്, അരഗൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇയാൾ ഈ സിറ്റി കൂടെ ചുമ്മാ കടന്ന് ഓടിയതും ഇയാൾ മറ്റേയാൾ ഓടിച്ചതും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ, കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് അവസാനം പറഞ്ഞൊപ്പിക്കുന്നത് അല്ലേ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് H.G. വെൽസ്. അത് ലാബ് കാണാൻ ഇറങ്ങുമ്പോൾ കുറച്ച് സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളും വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്, ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ്. ക്യാരക്ടറൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റ് എന്താണ് ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് എന്താണ് അദ്ദേഹത്തിന് പക്ഷേ എന്ത് കേട്ടാലും ഒരു കുലുങ്ങാത്തൊരു ആറ്റിറ്റ്യൂഡാണ് ഇയാൾക്ക്. ഇയാൾക്ക് അറിയാം ഇയാളെ മിസ്യൂസ് ചെയ്യും ഇയാളുടെ വർക്ക് എന്ന്. സോ എന്താണ് അപ്പം ഇയാൾ അതുകൊണ്ട് തന്നെ ഇയാൾ കുറച്ച് ക്യൂഷ്യസ് ആയിട്ടൊക്കെയാണ് ഇയാൾ നിൽക്കുന്നത്. പിന്നെ അനാർക്കിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വിസിറ്റർ, അയാൾ എന്താണ് ഒരു റാഡിക്കലായിട്ടുള്ള ഒരു ഐഡിയോളജിസ്റ്റാണ്. അയാൾക്ക് സൊസൈറ്റി തകർക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഇയാൾക്ക് റിവെഞ്ച് ഉണ്ട്. പക്ഷേ എന്നാലും എന്താണ് ഇയാളുടെ കോൺസിക്വൻസസിനെ കുറിച്ച് ഇയാൾ ഒരിക്കലും ആലോചിക്കുന്നില്ല. ഹീസ് ബ്ലൈൻഡഡ്, അതായത് കോൺസിക്വൻസിനെ കുറിച്ച് ഇഗ്നോറൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് സയൻസിനെ കുറിച്ച് വലിയ പിടിയില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ ബാക്ടീരിയോളജിസ്റ്റിൻ്റെ വൈഫുണ്ട്, അവരെ ക്യാരക്ടറിൻ്റെ പേര് മിന്നി എന്നാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഐറണിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ. ഐറണി എന്ന് പറയുമ്പോൾ എന്താണ് ഈ അനാർക്കിസ്റ്റിൻ്റെ പ്ലാൻ കൊളാപ്സ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ് ബാക്ടീരിയോളജിസ്റ്റ് ഇത് ഡെഡ്ലി ആണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഇയാൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ അനാർക്കിസ്റ്റിൻ്റെ പ്ലാൻ എല്ലാം പോകുന്നുണ്ട്. ഇയാൾ ഡെത്ത് അൺലീഷ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇയാൾ എടുത്തുകൊണ്ട് ഓടിയത് എന്താണ് ഒരു ബ്ലൂ കളർ കണ്ടെയ്നറാണ്. അവസാനം അത് കോമിക്കലായിട്ടുള്ളൊരു എൻഡിങ്ങിലാണ് ഈ ഒരു സ്റ്റോറി നിൽക്കുന്നത്. സോ അവിടെ ഐറണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹ്യൂമറും ഐറണിയും എങ്ങനെ വർക്കൗട്ട് ആയെന്ന് ചോദിക്കാം. സയൻസും മൊറാലിറ്റിയും തമ്മിലുള്ള കാര്യങ്ങൾ, ബാക്ടീരിയോളജിസ്റ്റും ഈ ഒരു അനാർക്കിസ്റ്റും തമ്മിലുള്ളൊരു ക്യാരക്ടറൈസേഷനും ഡിഫറൻസസും ചോദിക്കാം.